SDOFന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെന്നൈ ഭദ്രാസന മെത്രാപ്പൊലീത്തയാണ് അഭിവന്ദനായ ഗീവറീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുവാണ്. തിരുമനസ്സിന്റെ എൻ്റെ കേന്ദ്ര ഭാരവാഹികൾ എല്ലാവരുടെയും ആശംസകൾ ഞാൻ ഈ സമയത്ത് നേരുകയാണ്, അർപ്പിക്കുകയാണ്. തിരുമനസ്സിന് ഒരു നിർബന്ധമുണ്ട്. SDOFന്റെ പ്രോഗ്രാമുകൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കപ്പെടണം, തുടങ്ങണം, പൂർത്തീകരിക്കപ്പെടണം. നീട്ടിക്കൊണ്ടു പോകാനായിട്ട് പാടില്ല. എൻ്റെ കേന്ദ്ര സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ അത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാനും നീട്ടുന്നില്ല. അങ്ങനെ ഒരു കൽപ്പന ശിരസ വഹിക്കുന്നത് കൊണ്ട് ഞാനും നീട്ടുന്നില്ല. പ്രിയപ്പെട്ട അനൂപിനെ കുറിച്ച് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു. കൂട്ടിച്ചേർത്ത് ഒരു കാര്യം പറയട്ടെ. അനൂപ് റീസ് ഇപ്പോൾ നരണം, മാവേലിക്കര, ചെങ്ങന്നൂർ ഭദ്രാസനങ്ങളുടെ SDOFന്റെ മേഖലാ സെക്രട്ടറി ആയിട്ട് അഭിവന്യ പീലക്സിനോസ് തിരുമനസ്സുകൊണ്ട് നിയമിച്ച കാര്യം വളരെ സന്തോഷത്തോടെ ഇവിടെ അറിയിക്കട്ടെ. കൽപ്പന എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രീജ ഔദ്യോഗികമായിട്ട് ആരംഭിച്ച SDOFന്റെ കൊയറിലെ ഒരംഗമാണ്. SDOFന്റെ ഇവിടുത്തെ സെക്രട്ടറി. എല്ലാവിധ ആശംസകളും സമർപ്പിക്കുക. അങ്ങനെ സഭയിൽ ഇത് തുടങ്ങിയപ്പോൾ തന്നെ വളരെ ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ, ഊർജ്ജസ്വലത്തോടെ ഈ ഇടവക ചേർന്ന് നിൽക്കുന്നു എന്നത് ഒരു കേന്ദ്ര ഭാരവാഹി എന്ന പേരിൽ നോക്കിക്കണ്ട് അത് വലിയ ഒരു നന്ദിയായിട്ട്, സ്നേഹമായിട്ട് ഇവിടെ പങ്കുവെക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം 3 കാര്യങ്ങളാണ്: വിശ്വാസം, പ്രബോധനം, സാക്ഷി. സാക്ഷ്യ ജീവിതത്തിനാണ് അരികെ എന്നുള്ള ഒരു പ്രോഗ്രാം. ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവര് ഒരുമിച്ച് ചേർന്ന് രോഗികളായിട്ടുള്ളവർക്ക്, ബെഡ്രിഡൻ ആക്കപ്പെട്ടുള്ളവർക്ക്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അരികെ എന്ന പ്രോഗ്രാമിലൂടെ അവരിലേക്ക് എത്താൻ തക്കവണ്ണം അവരാഗ്രഹിച്ച് മുന്നേറുകയാണ്. മക്കള് എല്ലാവരും അവരുടേതായിട്ടുള്ള സഞ്ചാരത്തിലാണ്, അവരുടേതായിട്ടുള്ള ചില ക്രിയകളിലാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. സന്തോഷമാണോ? രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ല, ഒന്നും തന്നില്ല. നോമ്പുള്ള ഒരു കൈ പൊക്കിക്കേ. അച്ഛൻ എണ്ണുന്നുണ്ട്. നോമ്പ് ആൺകുഞ്ഞുങ്ങളുടെ വീട്ടിൽ നോമ്പില്ലേ? പെൺകുഞ്ഞുങ്ങൾ കുറച്ചു പേര് പോട്ടെ. കൗമാ പ്രാർത്ഥന കാണാതറിയാവുന്നവർ കൈ താത്തിട്ടെ. കൗമാ പ്രാർത്ഥന കാണാതറിയാവുന്നവർ കൈ പൊക്കിക്കേ. കൗമാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി എന്ന് മുതൽ കൃപ നിറഞ്ഞ മറിയും. നല്ലവണ്ണം ഒന്ന് കുരിശു വരച്ചേ മക്കള്. എല്ലാവരും മിടുക്കരാ, നല്ലോണം കുരിശു വരച്ചിട്ടുണ്ട്. ഇന്ന് വലിയ നോമ്പിലെ എത്രാമത്തെ ഞായറാഴ്ചയാണ്? 9. മോനെ കൂട്ടരുത്. എത്ര? 30. 30ാമത്തെ ദിവസം എന്നാണോ ഉദ്ദേശിച്ചത്? എത്രാമത്തെ ഞായറാഴ്ച എന്ന അച്ഛൻ ചോദിച്ചു. എത്രാമത്തെ? 5ാമത്തെ. ആദ്യത്തെ 4 ഞായറാഴ്ചകളിലെ ഏവെങ്കിലും ഭാഗം പറയാവുന്നവർക്ക് ഇവിടുത്തെ SDOF ഒരു സമ്മാനം തരും. അച്ഛൻ പാര വെച്ചിട്ട് പോവല്ല. ആദ്യത്തെ 4 ഏവെങ്കിലും ഭാഗം കാണാതെ പറയാം. ആർക്കെങ്കിലും പറയാമോ? ആത്മീയ സംഘടനാ പ്രവർത്തകർക്ക്, സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ആർക്കെങ്കിലും പറയാമോ? ആദ്യത്തെ 4 ഞായറാഴ്ചകളിലെ ഏവെങ്കിലും ഭാഗം ഞാൻ പറഞ്ഞ എനിക്ക് സമ്മാനം തരുമോ? 1-ാം ദിവസം യോഹന്നാൻ 2:1 മുതൽ 12 വരെ. 2-ാം ദിവസം എന്തുവായിരുന്നു? ലൂക്കോസ് 5 12 മുതൽ 16 വരെ. 3-ാം ദിവസം മർക്കോസ് 2-ാം അധ്യായം 1 മുതൽ 12 വരെ. 4-ാം ദിവസം കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിശുദ്ധ മത്തായി 15 25 മുതൽ 36 വരെ. ഇന്നത്തെ ഭാഗം പറയാമോ? അച്ഛൻ പറഞ്ഞായിരുന്നു. ലൂക്കോസ് 13-ാം അധ്യായം, ലൂക്കോസ് 13-ാം അധ്യായം 13 മുതൽ 17 വരെ. എന്താ അവിടുത്തെ സംഭവം? അച്ഛാ കൂടുതൽ പ്രസംഗിക്കരുതേ എന്നാവും. അച്ഛാ കൂടുതൽ ഒരു ക്ലാസ് റൂമിൽ, ഇതുപോലെ ഒരു പ്രസംഗവേദിയിൽ പ്രാസംഗികന് എൻ്റെ കയ്യിൽ 1/2 മണിക്കൂർ പ്രസംഗമുണ്ട്, എൻ്റെ കയ്യിൽ 20 മിനിറ്റ് പ്രസംഗമുണ്ട്, എൻ്റെ കയ്യിൽ 15 മിനിറ്റ് പ്രസംഗമുണ്ട്, എൻ്റെ കയ്യിൽ 10 മിനിറ്റ് പ്രസംഗമുണ്ട്, എൻ്റെ കയ്യിൽ 5 മിനിറ്റ് പ്രസംഗമുണ്ട്. അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണമെന്ന്. ആരും ഒന്നും മിണ്ടുന്നില്ല. അച്ഛൻ കൂടാരത്തിലെ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പറഞ്ഞോളാം. ഇതെല്ലാം കൂടെ ചോദിച്ചു. ഇങ്ങനെ ഏറ്റവും ഒരു കൊച്ചു കുഞ്ഞ് ചോദിച്ചത്, അവിടെ ഇരിക്കുന്ന മുന്നിലിരുന്ന് കുഞ്ഞ് ചോദിച്ചത്, ഇതിൽ കുറവ് വല്ലതും കയ്യിലോട്ടോ?
വല്ല 2 മിനിറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അത് കേൾക്കാവും. പോട്ടെ, ഇവിടെ ആരെ സുഖപ്പെടുത്തുന്നതാണ്? കൂനിയായ സ്ത്രീയെ. കൂനിയായ സ്ത്രീ എത്ര വർഷം പ്രാർത്ഥിച്ചു സംഘാലയത്തിൽ? എത്ര വർഷം? 18 വർഷം ഇവിടെ പ്രാർത്ഥിച്ചു, ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചാൽ പ്രതിഫലമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് ഇന്നത്തെ ഏവങ്കേലിയോൻ. 122 സങ്കീർത്തനം 1 വാക്യം എന്തുവാ? യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഈ കൂടാരത്തിലച്ഛനെ കുറിച്ച് എനിക്കിപ്പോൾ ഒരു അസൂയ തോന്നുകയാണ്. പല പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും കുഞ്ഞുങ്ങൾ ഉള്ള ഒരു പള്ളി അതോ ഇനി വരാനുണ്ടോ? ഇത്ര ഉള്ളോ? ഇനി ഉണ്ട്, വരാനുണ്ട്. പുറത്ത് നിൽക്കുക, അവര് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ ഉള്ള ഒരു പള്ളി. എല്ലാ ഞായറാഴ്ച എന്താ മനസ്സിൽ പറയണം? യഹോവയുടെ ആലയത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. പള്ളിയിൽ പോകാൻ മടിയുള്ളവരുണ്ടോ? പള്ളിയിൽ പോകാൻ മടിയുണ്ടോ? പള്ളിയിൽ വന്ന് 18 വർഷം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് കിട്ടി? പക്ഷെ അവിടെ ഒരു വിലക്കുണ്ടായിരുന്നു. എന്താണ്? ശാബത്തിൽ സൗഖ്യം കൊടുക്കാൻ പാടില്ല. വിലക്കുകളുടെ മധ്യത്തിൽ വിലയുള്ളവന്റെ, വില തരുന്നവന്റെ അടുക്കലാണ് എവിടെ പോകുന്നത്? ഞായറാഴ്ച പള്ളിയിൽ. വിലക്കുകളുടെ ലോകം. ഇന്ന് വിലക്കുകളുടെ ലോകമാണോ? എത്രയോ പ്രിയപ്പെട്ടവരാണ് വിദേശ രാജ്യങ്ങളിൽ നാട്ടിലെത്താൻ ബുദ്ധിമുട്ടുന്നത്. എത്രയോ പ്രിയപ്പെട്ടവരാണെന്നറിയോ? പെട്ടിയൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് അവിടെ 2 വർഷമായിട്ട്. പക്ഷെ നാട്ടിലോട്ട് സമാധാനമില്ല, സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ എന്താണ് അവര് പറയുന്നത്? ഇപ്പോൾ പരീക്ഷാ കാലഘട്ടമാണ്, വിലക്കുകളിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പഠിക്കടി എന്ന് കേൾക്കാനുള്ളൂ. നമ്മൾ 80s-ലുള്ളവർ 90s-ലുള്ളവരും ഉണ്ട്. ഇവിടെ മില്ലേനിയവും കഴിഞ്ഞു, 2000 കഴിഞ്ഞു, ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞു. പോസ്റ്റ് ട്രൂത്ത് പീരീഡും കഴിഞ്ഞു, പിന്നീട് ജെൻസി വേൾഡും കഴിഞ്ഞു. ഇപ്പൊ എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങൾ പറയുന്നത്? ജെൻ ആൽഫ, ജെൻ ബീറ്റ, ഇതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇന്ന് ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം കുടുംബത്തിൽ ഏതാണ്? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതാണോ അതോ അമ്മയുടെ അപ്പന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം എന്തോ? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള. എന്താണെന്നറിയാം? ഡിജിറ്റൽ വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാവോ? അവരുപയോഗിക്കുന്നത് പോലെ ഏതെങ്കിലും മീഡിയ ഉപയോഗിക്കാൻ അറിയാവോ? അവരാണ് ഇന്ന് ലോകത്തെ പോലും നിയന്ത്രിക്കും. ഞാൻ വാക്കുകളെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇവിടെ ചോദിക്കാതെ തന്നെ പള്ളിയിലെ ആരാധന കൊണ്ട് ഒരമ്മയ്ക്ക്, ഒരു സഹോദരിക്ക്, ഒരു ദാസിക്ക് അനുഗ്രഹം കിട്ടി. ഇത്രയും പേര് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും പേര്, ഭൂരിപക്ഷം പേരും പള്ളിയിലുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ ഈ കൂടി വരവിന്, നിങ്ങളുടെ ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് ദൈവം വിലയിടുന്നുണ്ട്. വിലക്കുകളുടെ ലോകത്തിൽ നിങ്ങളുടെ ആരാധനയ്ക്ക് വിലയിടുന്നവനാണ് ദൈവം നമ്പുരാൻ. പരാജയ കഥകളുടെ, ജീവിതത്തിന്റെ പരാജയ കഥകളുടെ ഇതിവൃത്തങ്ങളിൽ വിജയത്തിന്റെ പാഠഭേദങ്ങൾ തുന്നിച്ചേർത്ത് എഴുതി തരുന്നവനാണ് കർത്താവ്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മുഖം ഇപ്പോഴും വാടിയിരിക്കുകയാണ്. അച്ഛൻ ഇതൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ആകപ്പാട് സങ്കടമാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിനെ കുറിച്ചുള്ള പരിദേവനമാണ്, മാനസിക സംഘർഷമാണ്. അങ്ങനെയല്ല. ഞാൻ ഇന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതാണ്. ഞാൻ പ്രത്യാശ വാഹകനായിട്ടാണ് കുടുംബത്തിലേക്ക് വന്നു ചേരുക. എനിക്ക് ഇന്ന് കർത്താവ് വിലയിട്ടിട്ടുണ്ട്. പരിഹാസ പ്രവർത്തികളുടെ നടുവിൽ ഞാൻ ലജ്ജിതനാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം എനിക്ക് വിലയിട്ട ഒരു ഇടമാണ് ഇതിന്റെ പ്രാർത്ഥനയുടെ, ദേവാലയത്തിന്റെ ഇടമെന്ന് കൂട്ടിച്ചേർത്ത് പ്രിയമുള്ളവരെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കൂനിയുടെ പ്രത്യേകത കൂടെ പറഞ്ഞുകൊണ്ട് അവനെ അവസാനിപ്പിക്കുകയാണ്. കൂനിയുടെ പ്രത്യേകത എന്താണ്? ഇരിക്കാൻ അറിയത്തില്ല, കാണാൻ അറിയത്തില്ല, കാഴ്ചയ്ക്ക് പരിധിയുണ്ട്, ഇരിപ്പിന് പരിധിയുണ്ട്. പിന്നെന്താണ്? നടക്കുന്നതിന് നടപ്പ് ശരിയല്ല, ഇരിപ്പ് ശരിയല്ല, കാഴ്ച ശരിയല്ല. ഇതെന്നെ കുറിച്ചാണോ? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. എന്റെ നടപ്പ് ശരിയല്ലയോ? എന്റെ ഇരിപ്പ് ശരിയല്ലയോ? 1-ാം സങ്കീർത്തനം അതാണ് പഠിപ്പിക്കുന്നത്. എന്റെ നടപ്പ് ശരിയല്ലോ, ഇരിപ്പ് ശരിയല്ലോ, എന്റെ കാഴ്ച ശരിയല്ലയോ? പ്രിയമുള്ളവരെ, കാഴ്ച ശരിയാക്കാനായിട്ടാണ് വലിയ നോമ്പ്. കാണേണ്ടത് കാണുവാൻ,
കേൾവി ശരിയാക്കാനായിട്ടാണ് വലിയ നോമ്പ്. കേൾക്കേണ്ടത് കേൾക്കുവാൻ, നാവ് ശരിപ്പെടുത്താനായിട്ടാണ് എന്താണ് വലിയ നോമ്പ്. ഞാൻ ഇരിക്കുന്നതും എൻ്റെ നിരൂപണമൊക്കെ എൻ്റെ കർത്താവ് അറിയുന്നു. കർത്താവെ, എൻ്റെ നടപ്പിനെ നിർമ്മലമാക്കണം, എൻ്റെ ഇരിപ്പിനെ ശുദ്ധമാക്കണം, എൻ്റെ കാഴ്ച വിസ്തൃതമാക്കണം. കൂനി കണ്ടാൽ 100 മീറ്റർ അപ്പുറത്ത് കാണത്തില്ല. ഞാനും അതുപോലെ കാണേണ്ടവരെ കാണുന്നില്ലേ? ഇവിടുത്തെ SDOF അരികെ എന്ന പ്രോഗ്രാമിലൂടെ കാണേണ്ടവരെ കാണാൻ അവരുടെ കാഴ്ചകളെ വിസ്തൃതമാക്കുകയാണ്. വലിയ നോമ്പിലൂടെ ആന്തരിക വൽക്കരണം, വചനത്തിന്റെ ആന്തരിക വൽക്കരണം നടത്തപ്പെട്ട് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെ വിസ്തൃതമാക്കി അവരെത്തേണ്ടിടത്ത് എത്താൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഈ വലിയ നോമ്പിലൂടെ ചില മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് തുറന്ന സഞ്ചാരം നടത്തുവാൻ ഒരു തുറവി നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ആവശ്യമാണ്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിന് മുൻപന്തിയിലാണ്. മനസ്സിലാക്കുന്നു, 2 വീടുകൾ പണിതു കൊടുക്കുവാൻ അച്ഛന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘബോധത്തോടുകൂടി ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ചു വരികയാണ്. യുവന പ്രസ്ഥാനം ഇവിടെ ശക്തമായിരുന്നു. അതിനോട് ചേർന്ന് ഇപ്പോൾ SDOFും കടന്നു വന്നതിനാൽ 70 പേര് 60 പേരോളൊക്കെ യൂണിറ്റിലുണ്ട്. തീർച്ചയായും ഈ യൂണിറ്റ് വളർന്നു വരും. ഈ യൂണിറ്റ് വളർന്നു വന്ന് ഈ ദേശത്തിന്, സമൂഹത്തിന്, ഇടവയ്ക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊടുക്കുവാൻ, ക്രിസ്തുവിന്റെ ആ രക്ഷാമാർഗത്തെ കാണിച്ചു കൊടുക്കുവാൻ, അരികെ ചെന്ന് എല്ലാവർക്കും വേണ്ടി സ്വസ്ഥതയും സമാധാനവും പങ്കിടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. ഈ ഇടവക തുറന്നുള്ള വലിയ നോമ്പിന്റെ നല്ല ദിവസങ്ങളിൽ പുണ്യമായിട്ട്, വിശുദ്ധിയായിട്ട്, ഭക്തിയായിട്ട് അതിനെ വീക്ഷിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് പെസഹാ പെരുന്നാളിന്റെ ദിവ്യ അനുഭവത്തിലൂടെ ഉത്ഥാനത്തിന്റെ മഹത്തായ സമാധാനവും സന്തോഷവും പങ്കിടുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി SDOF യൂണിറ്റ് ഈ ഇടവകയിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കും.